மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மார்கழி பூவே மார்கழி பூவே உன்மடி மேலே ஓரிடம் வேண்டும். மெத்தை மேல் கண்கள் மூடவும் இல்லை, உன்மடி சேர்ந்து கனவுகள் கொள்ளை. மார்கழி பூவே மார்கழி பூவே. டே கேசோ, ஓ என்னடா முகம் ஒரு மாதிரியா இருக்கு? എനിക്ക് എന്തൊരു പ്രശ്നം കനാൻറ്റി? ஏதோ பிரச்சனை இருக்கு. மெர்லின் கிட்ட சண்டை போட்டியா? സണ്ട പോടാൻ ഞാൻ എന്തിനു സണ്ട പോടേ? സണ്ട പോട്ടൊന്നുമില്ല. അവളെങ്ങനെ വിളിച്ച് അവളവളുടെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാത്തിനെയും കേട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തോ അറിഞ്ഞൂടെ തന്നെ ആൻറ്റി, എല്ലാത്തിനും എന്തൊക്കെയോ തടസ്സം. ചില സമയം ഇങ്ങനെ ആയിരിക്കും അല്ലേ? டேய் வருத்தப்படாதடா, எல்லாமே சரியாகும். நம்பிக்கை தானடா வாழ்க்கையே. அதனால வருத்தப்படாத. എന്താണ് രാവിലെ കനകാന്റെ സിദ്ധാന്തമൊക്കെ പറയണം? ஒன்னும் இல்ல லட்சு, அவனுக்கு ஏதோ பிரச்சனை, ரொம்ப வருத்தமா இருக்கான். കേശുവിന് പ്രശ്നോ? കേശുവിന് എന്താ പ്രശ്നം? അങ്ങനെ പറയാനൊരു ചാൻസ് ഇല്ലല്ലോ. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, എക്സ്പെൻസ് ഇല്ല, പിന്നെ നേരെ ചൊവ്വേ പഠിക്കാൻ പോണില്ല, തന്നിഷ്ടത്തിന് ജീവിക്കാം. എന്താ ലൈഫ്. പിന്നെ ആകെ ഉള്ള വള്ളിന്ന് വെച്ചാ അത് മെർലിൻ. അതെ, അതിനാണെങ്കിൽ വീട്ടുകാര് സപ്പോർട്ട്. അടുത്ത ജന്മത്തിലെങ്കിലും കേശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ദൈവമേ. ഞാനേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോണു. ഇല്ലെങ്കിൽ നീ പോവാതെ ഇവിടെ വന്ന് ഇരി, നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് പോ. അയ്യോ, എനിക്കെന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. 3 നേരം വയറ് നിറച്ച ആഹാരം. 3 അല്ലല്ലോ 6 6 നേരമെങ്കിൽ 6 നേരം വയറ് നിറച്ച ആഹാരം, സുഖജീവിതം, എക്സ്പെൻസ് ഇല്ല, തോന്നിയ പോലെ ജീവിക്കാം, പഠിക്കാൻ പോവണ്ട, പിന്നെ ആകെ ഉള്ളൊരു വള്ളി മെർലിൻ. അതിന് വീട്ടുകാർ മൊത്തം സപ്പോർട്ടും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ ചെറിയ ചെറിയ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് പട്ടിത്താറ്റും പരിഹാസം ഉണ്ടാവും. അത് പിന്നെ ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സഹിച്ചങ്ങ് നിൽക്കാമല്ലോ. പിന്നെന്തിനാണ് ചവിട്ട് തൊഴിൽ അതൊക്കെ കൊണ്ട് ഒരു പട്ടിയെ പോലെ അങ്ങ് ജീവിക്കാം. കുഴപ്പമില്ല, വേറെ വിഷയമുള്ള കേസൊന്നുമല്ല. പിന്നെ അടിമയെ പോലുള്ള ജീവിതമാണെന്നേ ഉള്ളൂ. കേശുവേ, ഓ ഓ ഓ ഓ എല്ലാരും പറയും. കേശു, ഓ ഈ നാണം കെട്ടവന്റെ ആസനത്തിലെ ആല് കിളിർത്ത അതും അലങ്കാരം തന്നെടാ. പഴഞ്ചൊല്ലല്ലേ? അങ്ങനാണെങ്കിൽ വേറെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷേ അമ്മായിക്ക് പറ്റിയ പഴഞ്ചൊല്ല് വേണമെങ്കിൽ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. ഭാര്യ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഭർത്തൃ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് സമം നാക്കിയ നന്നായിരിക്കും. പക്ഷെ അമ്മൂമ്മോ, ഇത് ചില ആൾക്കാർ മനസ്സിലാക്കണില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ വേറെ കുറച്ചുകൂടെ ചിലപ്പോൾ പറയും, അത് കടുത്തു. ചേട്ടന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. സാരമില്ല അമ്മായി, ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞാ മതി. കുഴപ്പമില്ല, ചോദിച്ചു വാങ്ങിച്ചല്ലേ, സഹിച്ചോളാം. கேசுக்கு ஏதோ பெரிய பிரச்சனை இருக்கு, அவன் ரொம்ப வருத்தமா இருக்கான். അതെ, പഴയ ഉത്സാഹവും പ്രസരിപ്പും ഒന്നും ഇല്ലെന്നേ. അവന് നല്ല സമയദോഷമുണ്ട്. ഇനിയിപ്പോ സമയദോഷത്തിന് പറ. എൻ്റെ അമ്മൂമ്മ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ചെറുക്കനാണ് കേശു. എന്തായാലും അവൻ എനിക്കിട്ട് പറഞ്ഞതിന് ഞാൻ തിരിച്ചു കൊടുക്കണുണ്ട്. അമ്മായി തോറ്റു പോയെങ്കിൽ മിണ്ടായിരിക്കണം. ഓ ശരി, എന്തായാലും എനിക്കുള്ള സമയം വരുമല്ല, അപ്പൊ ഞാൻ കൊടുത്തോളാം. கௌரி, இப்ப மணி என்னாச்சு? ഇപ്പം 8:15. 8:15 ஆச்சா? இப்ப கிளம்பினா எல்லாமே சரியாயிடும். അതിന് നീ എവിടെ പോന്നു? அம்மா அதெல்லாம் அப்புறம் சொல்றேன். ഇതോടെ പോണു. ஹரஹரோ ஹரஹரா
ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. എവിടെ പോയതാ? நான் கோவில்ல போனேனே. കിച്ചണിൽ നിന്ന് നേരെ കോവിലിൽ പോയാ? ஆமா, நான் குளிச்சுட்டு தானே கிச்சன்ல ஏறினேன். அதனால அப்படியே கோவிலுக்கு போயிட்டு வந்தேன். ഏത് കോവിലാ പോയെ? முருகன் கோவில். മുരുകന്റെ കോവിലോ? അല്ല, അയ്യപ്പന്റെ അമ്പലം എനിക്കറിയാം. ഇവിടെ എവിടെ മുരുകന്റെ അമ്പലം? ஐயப்பன் கோவில் உனக்கு தெரியும்ல? அதுக்கு பக்கத்தால ஒரு தெரு இருக்கு. அதுக்குள்ள நம்ம முருகன் கோவில் இருக்கு. മുരുകൻ കോയിലിൽ ആരും പോയേ? நான் போனேன்டா. അങ്ങനെ എന്തോ പതില്ലാത്ത മുരുകൻ കോയിലോട്ടൊക്കെ அதெல்லாம் இருக்கு. உனக்கு ஒரு பெரிய சர்ப்ரைஸே நான் வச்சிருக்கிறேன். അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് സർപ്രൈസ് എന്താ? എന്ത് സർപ്രൈസ്? உனக்கு தானே ரொம்ப வருத்தமா இருக்கு. அதனால நான் கடவுள்கிட்ட போய் வேண்டிட்டேன், நீ வந்து காவடி எடுப்பேன்னு. കാവടിയാ? ஆமா. കനകാന്റി, കാവടി എന്ന് പറയുമ്പോ വേൽക്കാവടിയാണോ? இல்ல, சாதா காவடி தான். ഈ സാധാ കാവടി എന്ന് പറയുമ്പോ அதுல பீலி எல்லாம் இருக்குமே, அந்த காவடி. പീലിക്കാവടി. പീലിക്കാവടി കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ നമ്മൾ ഈ വ്രതമൊക്കെ എടുക്കണ്ടേ? ஆமா, விரதம் எடுக்கணும். അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇത് ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യണ്ടേ അല്ലേ ചേച്ചി? വിശ്വാസം ഉള്ളവർക്ക് വിശ്വാസമുണ്ട്, ഇല്ലാത്തവർക്കില്ല. രണ്ടും തെറ്റൊന്നും അല്ല. அது அம்மா சொன்னது ரொம்ப கரெக்ட். உனக்கு விசுவாசம் இருக்குல்ல, അതുണ്ട്. உன்னோட பிரச்சனை எல்லாம் தீரணும்ல. ഓ, அதனால நீ காவடி எடுத்துதான் ஆகணும். நீ ஒண்ணும் செய்ய வேண்டாம் கேசு. அந்த காவடி எடுத்துட்டு ஒரு 108 வீட்டுல நீ போயிட்டு வா. அதுக்கப்புறம் எல்லாமே சரியாயிடும். ഈ 108 വീട്ടിൽ കയറി ഭിക്ഷ എടുക്കണം എന്നാണോ ആന്റി വേണ്ടിയത്? അതേതാണ്ടാ. ഓക്കെ, നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യാം. പക്ഷെ എന്നോടൊന്ന് ഒരു തവണയെങ്കിലും ആലോചിക്കായിരുന്നു കേട്ടോ അത് ചെയ്യുന്നതിന് മുമ്പ്. இல்லடா, உன்னோட வருத்தம் பார்த்தப்போ எனக்கு ரொம்ப கஷ்டமா இருந்தது. அதனால நான் அப்படியே போய் நின்னப்போ என்னோட மனசுல அப்படிதான் தோணுச்சு. മനസ്സിൽ വന്ന കാര്യമാണ്. എന്നാ പിന്നെ ശരി, നമുക്ക് കാവടി എടുത്തേക്ക്. എന്താ പറയണ? അതൊക്കെ കൊള്ളാം. എന്തായാലും കേശു അപ്പം കുറച്ച് ദിവസത്തേക്ക് വ്രതം എടുക്കേണ്ടി വരും. വ്രതം നമ്മൾ എടുക്കുമല്ലോ. ലേശേ, രാവിലെ വൈകുന്നേരം ഒക്കെ അമ്പലത്തിൽ പോയി തൊഴണം. പോവല്ലോ. മെയിനായിട്ട് കുളിക്കണം. ഏയ്, കുളിക്കുമല്ലോ. അതെ, നല്ല ശുദ്ധം വൃത്തിയൊക്കെ വേണം. ചുമ്മാതെ കുഞ്ഞുകളി അല്ല ഇതൊന്നും. എന്തായാലും നോൺ വെജിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ആര് ചിന്തിക്കണേ? ഭക്ഷണത്തിൽ കൺട്രോൾ വേണം. என்ன லட்சு, இது நம்ம கேசு தானே, எல்லாமே நல்லா செய்வான். അപ്പൊ ഓക്കെ. ഹര 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 ഹര.